വേറെ ലെവലാണ് പടം. വൈബ് എന്നെല്ലാം പറഞ്ഞ് ഒന്നൊന്നര വൈബ്. കൊള്ളാം, അടിപൊളി. നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ഫിലിം. നല്ല ഫിലിമാണ്. നല്ല പടം. അടിപൊളി അടിപൊളി. ഗിരീഷ് ഐഡിക്ക് ഹാട്രിക്. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളല്ലേ പറയണ്ടത്. ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നോർമൽ ആൾക്കാർക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല സീൻസ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഒത്തിരി ചിരിച്ച മൊമെന്റ്സ് ഉണ്ട്. എല്ലാവരും നമുക്ക് തന്നെ ചിരി വരുന്ന മൊമെന്റ്സ് ഉണ്ട്. നല്ലപോലെ വർക്കായി എന്ന് തന്നെയാണ് തോന്നുന്നത്. It was funny, there was romance, there was a lot of emotion in it, so I can only ask everybody to go and watch it. ഞങ്ങൾ ഹൈദരാബാദ് ഒരുമിച്ചായിരുന്നു. ഓൾറെഡി ഇന്റർവ്യൂസിൽ എല്ലാവർക്കും അറിയാവുന്ന ഇൻഫർമേഷൻ തന്നെ. ഞങ്ങൾ അതിനുശേഷം ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള അഭിപ്രായമായിരുന്നു. ഇത് റൊമാൻറ്റിക് കോമഡി ഫിലിമാണ്. എന്നിട്ട് യൂത്തിന് പറ്റിയ ഫിലിമാണ്. എല്ലാം അടിപൊളി സിനിമ. എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട്. ഇത് റൊമാൻറ്റിക് കോമഡി ഫിലിമാണ്. എന്നിട്ട് യൂത്തിന് പറ്റിയ ഫിലിമാണ്. ഇടയ്ക്ക് കോമഡി കുറച്ച് വളുപ്പമുണ്ട്. എന്നാലും സെക്കൻഡ് ഹാഫ് റൊമാൻസ് ആണ്. ഫസ്റ്റ് ഹാഫ് കോമഡി. നസ്ലീനും മമ്മിതാണ് പേരിംഗ് ആണ്. നന്നായി ചെയ്തിട്ടുണ്ട്. മാത്യൂസും ചെറിയ റോൾ വരുന്നുണ്ട്. നല്ലൊരു എൻ്റർടൈനറാണ്. യൂത്തിന് ഇഷ്ടപ്പെടും. വേറെ ലെവലാണ് പടം. വൈബ് എന്നെല്ലാം പറഞ്ഞ് ഒന്നൊന്നര വൈബ്. ഒരു രക്ഷയില്ല. പടം അടിപൊളിയാണ്. ഫ്രണ്ട്ഷിപ്പായിട്ട് കാണുന്ന പടമാണ്. നല്ല ഇതാണ്. പ്രേമത്തിൻ്റെ അടിപൊളിയാണ്. അടിപൊളി സിനിമ, അടിപൊളി സിനിമ. രക്ഷയില്ല. എല്ലാം ഒരു ഫൺ എൻ്റർടൈൻഡ് ഡ്രാമ എല്ലാം ഉണ്ട്. ലവ് എല്ലാം, ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉണ്ട്. കൊള്ളാം, അടിപൊളി. നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ഫിലിം. നല്ല ഫിലിമാണ്. ഇത്ര നല്ല ഫിലിം അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാം. അത്രയും നല്ല ഫിലിം. നല്ല പടം. എല്ലാവർക്കും കാണാം. എല്ലാവർക്കും നല്ല യൂത്ത് ഓറിയന്റഡ് സബ്ജക്റ്റാണ്. അടിപൊളി അടിപൊളി. ഗിരീഷ് ഐഡിക്ക് ഹാട്രിക്. നസ്ലിൻ രക്ഷയില്ല. അടുത്ത സ്റ്റാർ അല്ല, ഓൾറെഡി സ്റ്റാറാണ്. എന്നാൽ അതിനും എല്ലാം അടിപൊളിയാണ്. എല്ലാം അടിപൊളിയാണ്. എന്തായാലും തിയേറ്ററിന് വീണ്ടും അറിയും. ആ പ്രേക്ഷകരുടെ പ്രതികരണം നല്ല പ്രതികരണമായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് തിയേറ്ററിൽ ഇരുന്നപ്പോൾ. ഹാപ്പിയാണ്. പടം പ്രേക്ഷകരോട് കൂടി കാണുമ്പോൾ രസമുണ്ട്. അത് വേറൊരു ഫീലാണ്. നമ്മൾ ഇത്രയും നാൾ കണ്ട ഒരു ഫീലല്ല. ഇപ്പോൾ കാണുമ്പോൾ വേറൊരു വൈബാണ്. ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ വർക്കായി എന്നാണ് എനിക്ക് തോന്നണത്. ഹാപ്പിയാണ്. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. മുമ്പത്തെ 2 പടങ്ങളെക്കാളും പ്രൊഡക്ഷൻ വൈസും ഒക്കെ മെച്ചപ്പെട്ട ഒരു പടമായിട്ടാണ്, കുറച്ചും കൂടി പാക്കഡ് ആയിട്ടുള്ളൊരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത് പ്രേക്ഷകർക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതറിയില്ല. ഇനിയിപ്പോൾ കൂടുതൽ റെസ്പോൺസ് വരാൻ അറിയത്തില്ല. ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളല്ലേ പറയണ്ടത്. ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതുകൊണ്ടാണ്. താങ്ക് യു. അതെ. തിയേറ്ററിലും ആ ഫീൽ തന്നെ ഉണ്ട്. ചിരിയും മൊമെന്റ്സും ഉള്ള സിനിമയാണ്. എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ പരമാവധി ഒന്ന് കാണാം. കുറേ ഫണി മൊമെന്റ്സും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നോർമൽ ആൾക്കാർക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല സീൻസ് ഒക്കെ ഉണ്ട്. പ്രേക്ഷകർ നല്ല വൈബായിട്ടാണ് തോന്നിയത്. ഭയങ്കര കയ്യടിയും ചിരിയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ വിചാരിക്കാത്തടത്തൊക്കെ പോലും ചിരി വന്ന പോലെ തോന്നിയായിരുന്നു ഈ ഷോയിൽ. വർക്കൗട്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിച്ച സ്ഥലത്തൊക്കെ ചിരി വന്നു, വിചാരിക്കാത്തടത്തും ചിരി വന്നു. പിന്നെ അത് ഇമോഷണലി ഒരു പാക്കഡ് ആയിട്ടുള്ളൊരു ഫുൾ പാക്ഡ് തിയേറ്ററിനോട് ഇരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് നല്ല എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് പടം കാണുന്ന പോലെയല്ല. തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ വേറൊരു പടമായിട്ട് തന്നെ കാണാൻ പറ്റണത്. അത് എനിക്കിഷ്ടപ്പെടുന്നൊരു പടമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഓക്കെ, താങ്ക് യു. ഭാവന സ്റ്റുഡിയോസിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നസ്ലിൻ്റെ മമ്മിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് നല്ല പിള്ളേരാണ്. പടം നൈസാണെന്ന് തോന്നുന്നു. ഹ്യൂമറൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരെ ചിരിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ പോസിറ്റീവ് ആണ്. ഓക്കെ, താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പടം കണ്ടായിരുന്നോ? സീരീസിൽ നിന്ന് സിനിമയിലോട്ട് അതല്ല, പക്ഷേ ഇത്രയും വലിയൊരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതെന്നെ വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ച ഗിരീഷ് ഐഡിക്കാണ് നന്ദി പറയാനുള്ളത്. പിന്നെ ഭാവന സ്റ്റുഡിയോസ് ആയാലും, കാരണം വലിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ കറക്റ്റ് പരിപാടി ചെയ്ത് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്
നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ. ഞാൻ കൂടുതലും വെബ് സീരീസ് പരിപാടികളാണ് ചെയ്തിട്ടുള്ളത്. സിനിമകൾ ഇപ്പോൾ 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്ന അത്രയും ഒരു ഫ്രീഡമുള്ളൊരു ലൊക്കേഷനാണ്. നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനും നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റിസൾട്ടിൽ നമുക്കത് ആ ഒരു ഒരുമിച്ചുള്ള ഒരു യൂണിറ്റി അതിൽ കാണാൻ പറ്റുന്നുണ്ട്. തിയേറ്റർ ഫുള്ള് എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഒത്തിരി ചിരിച്ച മൊമെൻറ്റ്സ് ഉണ്ട്. എല്ലാവരും നമുക്ക് തന്നെ ചിരി വരുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞു, തമാശ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. തമാശ വാക്കാവുന്ന തന്നെയാണ്. അല്ല, തമാശ യൂത്ത് മാത്രമല്ലല്ലോ, ഫാമിലി ഓഡിയൻസ് ഒക്കെ എൻജോയ് ചെയ്യാറില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫാമിലി ഓഡിയൻസിനും യൂത്തിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവി. ഗിരീഷ് ഷേഡി ഡയറക്ടറിനോട് വർക്ക് ഗംഭീര എക്സ്പീരിയൻസ് അല്ലേ. ഫിലിം വർക്ക് ചെയ്യുന്ന പോലെയാണോ തോന്നിയത്? സിനിമ ഷോർട്ട് ഫിലിം അങ്ങനല്ല, പുള്ളിയോട് വർക്ക് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം. ഓ അങ്ങനെ, ഓക്കെ, ഞാനോർത്ത് ക്വാളിറ്റിയാണ് ഉദ്ദേശിച്ചത്, സോറി. നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റായിരുന്നു. കാരണം ഈ ആ പടത്തിൻ്റെ മൂഡ് തന്നെയാണ് ആ സെറ്റ് ഫുള്ള് ഉള്ളത്. നല്ലൊരു തമാശ, നല്ല വൈബ്. പിന്നെ ഞങ്ങളെല്ലാവരും തമ്മിൽ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. നല്ലപോലെ വർക്കായി എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും അവിടെ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഹൈദരാബാദിൽ. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. It was funny, there was romance, there was a lot of emotion in it. So I can only ask everybody to go and watch it. Thank you. I think everything was a highlight. I would say the comedy was the best thing. So yeah, everything was nice. ആൾക്കാർ കണ്ടത് സിനിമയിലായിരിക്കും. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് റോൾ ചെയ്യുന്നത്. നെസ്ലിൻ്റെയും ഗിരീഷേൻ്റെ ഒക്കെ കൂടെ കുറേ നാളായിട്ട് തണ്ണീർമത്തം തുടങ്ങിയുള്ള കമ്പനിയാണ്. ഞാൻ അന്ന് സ്പോട്ട് എഡിറ്ററായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സിനിമയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്തത്. ഭയങ്കര സന്തോഷമുണ്ട്. മമിത അവരുടെ കൂടെ എക്സ്പീരിയൻസ്? ഞങ്ങൾ ഹൈദരാബാദ് ഒരുമിച്ചായിരുന്നു. ഓൾറെഡി ഇൻ്റർവ്യൂസിൽ എല്ലാവർക്കും അറിയാവുന്ന ഇൻഫർമേഷൻ തന്നെ. ഞങ്ങൾ അതിനുശേഷം ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. അത് ആക്ച്വലി പടത്തിലും കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഇത്ര ഓഡിയൻസിൻ്റെ കൂടെ പടം കാണുമ്പോൾ എന്താ തോന്നുന്നത്? പടം വർക്കായി? ഉറപ്പായിട്ടും. കാരണം ആളുകൾ ചിരിക്കുന്നത് കാണുമ്പോഴും ആ കറക്റ്റ് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ആളുകൾ ലിഫ്റ്റ് ആവുന്നതും കാണുമ്പോൾ നമുക്കൊരു സിനിമയുടെ ആക്ച്വൽ വിധി അറിയാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അത് എക്സാക്ട്ലി ഈ പടത്തിൽ എനിക്ക് റിഫ്ലക്റ്റ് ആയിട്ട് തോന്നി. തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ വിളിച്ച് തുടങ്ങി, നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. വർക്കൗട്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. എഞ്ചിനീയറിംഗ് വർക്ക്സ് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയിലോട്ടാണല്ലോ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. സിനിമയിലോട്ട് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഒരു ഇല്ല, അത് ഫോർമാറ്റ് എപ്പോഴും സെയിം ആണ്. ലെങ്ത് കൂടുന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ഗിരീഷ് ചേട്ടൻ്റെ ഒപ്പമാണല്ലോ എഴുതുന്നത്. പുള്ളി അത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു 2 ഹിറ്റ് എടുത്ത ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ ഒപ്പം എഴുതുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. നമ്മൾ ഓഡിയൻസിനോട് കണ്ടപ്പം ഓഡിയൻസ് എല്ലാ കോമഡിയൊക്കെ എല്ലാം വർക്കൗട്ട് ആയെന്ന് തോന്നുന്നു. നല്ലപോലെ ആൾക്കാരൊക്കെ നല്ലപോലെ ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും നല്ലപോലെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ടീം വർക്കോ ഒബ്വിയസ്ലി യെസ് ഹീ ഈസ് വെരി കംഫർട്ടബിൾ വിത്ത് ദീസ് ചിൽഡ്രൻ. സോ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി മൂവി. ലൈക്ക് പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. ഭയങ്കര ഇഷ്ടമായി. ഇമോഷണലാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു മൂവിയാണ്. ഭയങ്കര രസമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് ചിത്രങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. നസ്ലിൻ്റെയും അമിതയുടെയും മാത്രമല്ല, ഇതിൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു എൻ്റർടൈനർ ആണെന്ന് പറയാം. നമുക്ക് കോമഡി അത്യാവശ്യം കോമഡീസൊക്കെ ചിരി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ എൻജോയ് ചെയ്തു, അതാണ്.